നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. ഇന്ന് പവന് 160 രൂപ കുറഞ്ഞ് 36,720 രൂപ ആയി മാറി. ഇത് ഇന്ന് രാവിലെ പറഞ്ഞതാണ്, ഒന്നുകൂടി പറഞ്ഞതന്നേ ഉള്ളൂ പുതിയതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട്. നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പഴയ സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ മുമ്പേ ഇന്ത്യൻ റിയൽ കാണുന്നവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നാളെ സ്വർണ്ണവില മാറില്ല. മാർക്കറ്റ് വെള്ളിയാഴ്ച രാത്രി മീൻസ് പുലർച്ചെ, ശനിയാഴ്ച പുലർച്ചെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ന് മാറ്റം ഉണ്ടാവില്ല എന്നും എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ തിങ്കളാഴ്ചയും വലിയ മാറ്റങ്ങളൊന്നും സ്വർണ്ണവിലയിൽ ഉണ്ടാവില്ല എന്നും ഒരുവിധം ഇന്ത്യൻ റിയൽ സ്ഥിരമായി കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ചോദിക്കുന്നുണ്ട് അടുത്ത ആഴ്ച സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെ. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറയുന്നത് വളരെയധികം ദുഷ്കരമാണ്. കാരണം വാക്സിൻ ഏത് സമയത്താണ് അതിൻ്റെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ WHO എന്താ പറയുക ഹെഡ് പറഞ്ഞിട്ടുണ്ട്, ഇത് വാക്സിൻ ഇനി ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. ഞാൻ ഒരു ലേഖനം വായിച്ചു. അതായത് ഇനിയുള്ളത് നല്ല ഒരു ലോകം വരാനുണ്ട്, എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങാം എന്നുള്ള രീതിയിലുള്ള WHO ഹെഡ് പറയുന്നതിൻ്റെ ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ സ്വർണ്ണവില കുറയാനുള്ള ചാൻസ് വാക്സിൻ കണ്ടുപിടിക്കുന്ന സമയത്തല്ല, വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടും ആ ഒരു ആഴ്ചയിലും വില കുറയും. ഇപ്പോൾ ചില അറബ് രാഷ്ട്രങ്ങളിലോ ബഹ്റൈനിലോ ഒക്കെ ഇതുപോലെ വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സമ്മതം നൽകിയിട്ടുണ്ട്. മനുഷ്യരിൽ പരീക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യ ഡോസ്. അതൊക്കെ സ്വർണ്ണവിലയെ ബാധിച്ചേക്കും. ഇനി വാക്സിൻ വന്നാലും സ്വർണ്ണവില കുറയുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതലൊന്നും കുറയില്ല. ആരും അങ്ങനെ സ്വപ്നം കാണേണ്ട. ഇപ്പോൾ തന്നെ സ്വർണ്ണവില കുറഞ്ഞു കിടക്കുന്നത് സ്വർണ്ണവില യഥാർത്ഥ രീതിയിൽ കുറഞ്ഞതല്ല. അത് മാനിപ്പുലേഷൻസ് നടത്തിയിട്ടാണ്. ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ് അവർ നടത്തുന്ന മാനിപ്പുലേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണവില കുറഞ്ഞതെന്നാണ് പല വിദഗ്ധ അഭിപ്രായങ്ങളും വരുന്നത്. അപ്പോൾ ആരും ഇനിയും വില വാക്സിൻ വന്നാണ്ട് ആകെ തകർന്ന് തരിപ്പണമാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ഒരു വലിയ കുറച്ചിലുണ്ടാകും ആ ആഴ്ചകളിൽ. അത് സ്വർണ്ണം അപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്യും. പിന്നെ അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു മെച്ചം അത് കൊണ്ടുണ്ട് എന്നല്ലാതെ അതിലപ്പുറം യാതൊരു സ്വപ്നവും ആരും കാണേണ്ട. വാങ്ങാൻ പറ്റും ആ സമയം. അത് തന്നെ വാക്സിൻ എങ്ങാനും ഏതെങ്കിലും ഒരു നിമിഷം വാക്സിൻ മനുഷ്യരിൽ പരീക്ഷണം നടത്തി ഒരു പരാജയമാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ സ്വർണം വളരെ അധികം ഉയരത്തിലേക്ക് പോകും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അന്ന് 42,000 ആയ ആ റൂട്ട് അറിയാമല്ലോ. അത് 50-ലൊക്കെ പോയി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് റഷ്യൻ വാക്സിൻ വന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഫൈസർ എന്ന് പറയുന്ന കമ്പനി വന്നിട്ട് 38 കടന്ന് വീണ്ടും പോകുന്ന സമയത്ത്, അതായത് 39-ലേക്ക് 42 ആയപ്പോൾ റഷ്യൻ വാക്സിൻ വന്ന് കുറച്ചു 37 റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. ഒരു സമയം 36,800 വരെ എത്തിച്ചു. പിന്നീട് വീണ്ടും ഉയർന്നു പോവുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ്. അതായത് ആ സമയത്ത് ഫൈസർ എന്ന് പറയുന്ന കമ്പനിയാണ് എന്താക്കിയത്, 38 സംതിങ് 39-നോടടുത്ത് എത്തിയിരുന്നു. ആ ഒരു സമയത്താണ് എന്ത് സംഭവിച്ചത്, ഈ ഇത് വന്നുകൊണ്ട് ഫൈസർ എന്ന് പറയുന്ന വാക്സിൻ വന്നിട്ട് അത് കുറച്ചത്. അതുപോലെ ഇനി മനുഷ്യർ പരീക്ഷണം നടത്തുമ്പോഴും ഈ മാനിപ്പുലേറ്റേഴ്സ് എന്ത് ചെയ്യും, അതൊക്കെ ഒരു അവസരമാക്കി എടുക്കും എന്നല്ലാതെ ഒരു വാക്സിൻ വന്നതുകൊണ്ടൊന്നും സ്വർണത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. യഥാർത്ഥ അവസ്ഥ അതാണ്. അപ്പോൾ ഞാൻ പറയുന്നതാണ്, ആരും സ്വർണ്ണവില വാക്സിൻ വന്നു എന്ന് കരുതിയിട്ട് അത് വില കുറയുമെന്ന് തകർന്നടിയും എന്ന് കരുതി കയ്യിലെ സ്വർണം വിറ്റയക്കണ്ട. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് അറിയുന്ന ആളുകൾക്ക് ഇത് ദേഷ്യമാവും വീണ്ടും വീണ്ടും പറയുന്നത്. എന്നാലും ഞാൻ പറയാണ്, കയ്യിലുള്ള ഒരു ഏറ്റവും നല്ല ഒരു അസറ്റാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അസറ്റാണ് ഗോൾഡ്. അപ്പോൾ അത് എന്ത് ചെയ്യണ്ട, വെറുതെ വിറ്റയക്കണ്ട. വിറ്റാൽ നഷ്ടമേ വരൂ. അത്യാവശ്യത്തിനല്ലാതെ ഒരിക്കലും ഈ അവസരത്തിൽ വിൽക്കാൻ പാടില്ല. വരാൻ പോകുന്ന വർഷങ്ങളിൽ സ്വർണ്ണവില ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കായി മാറും. 2025 പറയേണ്ടി വരില്ല എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ സ്വർണ്ണവില ഉയർന്നു പൊങ്ങും. കാരണം ആ രീതിയിലാണ് സമ്പദ് വ്യവസ്ഥ കിടക്കുന്നത്.
ഡിജിറ്റൽ കറൻസികൾ കൊണ്ടൊന്നും അതിനൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഗോൾഡ് എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു അസറ്റാണ്. ഫേമസ് ഓതേഴ്സൊക്കെ പറയാറുള്ളത് ഗോഡ്സ് മണിയാണ് ഗോൾഡ് എന്നൊക്കെയാണ്. അത് ഏത് അർത്ഥത്തിലും നമുക്ക് എടുക്കാം. അതിനെ മഹത്വവൽക്കരിക്കുകയാണ്. അതായത് പ്രാചീന കാലം മുതൽ ഇന്ന് ഇതുവരെ ഈ ഗോൾഡിനും സിൽവറിനും വാല്യൂ തകർന്നിട്ടില്ല. അത് അന്നും ഇന്നും ഉണ്ട്, എന്നും ഉണ്ടാവും എന്നാണ് യോധേഴ്സൊക്കെ പറയുന്നത്. അത് ഇന്ത്യൻ റിയൽ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ആ ഒരു സ്റ്റാൻഡേർഡാണ് ഉള്ളത് ഗോൾഡിന്. കാരണം ഗോൾഡ് ആയിരുന്നു പണ്ടേ ഉപയോഗിച്ചിരുന്ന കറൻസി. അതിൽ ഉപയോഗിക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് ഗോൾഡിൻ്റെ ബേസിൽ കറൻസി പ്രിൻ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഗോൾഡിൻ്റെ വാല്യൂ കൂടി വരും. കാരണം കറൻസി പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഗോൾഡ് എന്ന് പറയുന്ന ആ എമൗണ്ട് അത് നിശ്ചിതമായിട്ട് അത് കുറച്ച് മൈൻ ചെയ്തെടുക്കുന്നുണ്ടെങ്കിലും അതിനൊരു പരിധിയുണ്ട്. അത് മാത്രമല്ല, ആ മൈൻ ചെയ്യുന്നതിനും അത്രയും അധികം എക്സ്പെൻസാണ്. അതിനും എന്ത് ഉപയോഗിക്കണം? അതിനും ഈ ഡോളറും ഇന്ത്യൻ റുപ്പിയെ ഉപയോഗിക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അത്രയും വലിയ എക്സ്പെൻസിലാണ് ഇപ്പോൾ ഗോൾഡ് മൈൻ ചെയ്യുന്നത്. അതും ഒരു നല്ലൊരു റിസോഴ്സ് പോലും ഇപ്പോൾ ലോകത്തിൻ്റെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഭാവിയിൽ കണ്ടെത്തില്ല എന്നൊന്നും ഇന്ത്യൻ റിയൽ പറയുന്നില്ല. അതുമാത്രമല്ല, വളരെ ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയില്ല എന്നും ഇന്ത്യൻ റിയൽ പറയുന്നില്ല. പക്ഷേ എല്ലാവിധ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ വിദഗ്ധരായ എല്ലാ ആളുകളുടെയും അവലോകനത്തിൽ പറയുന്നത് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വില വർദ്ധിക്കും. ഗോൾഡ് നിശ്ചിത എമൗണ്ട് ആയതുകൊണ്ട് ഗോൾഡ് സ്റ്റാൻഡേർഡിൽ ഡോളർ ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഈ ഡോളർ പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ട്രില്യൺസ് ഓഫ് ട്രില്യൺസ് പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും അതിവേഗതയിൽ ഇത് മെഷീനുകൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തിൻ്റെ ബേസിൽ? ഉള്ള കയ്യിലുള്ള ഗോൾഡ്. ആ ഗോൾഡ് കൂടുന്നുണ്ടോ? ആ ഗോൾഡ് കൂടുന്നില്ല. ആ ഗോൾഡ് കൂട്ടാതെ ഈ പ്രിൻ്റ് അടിക്കുമ്പോഴാണ് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന് തരിപ്പണമാവുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും തരിപ്പണമാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ രാജ്യത്തിൽ അതിലുള്ള അസറ്റ്, അതിൻ്റെ GDP, അതിൻ്റെ പവർ ഇല്ലാഞ്ഞാൽ അത് തകരും. US ഡോളർ, അമേരിക്കയിലെ US ഡോളർ വരെ, അതാണ് ഇപ്പോൾ ലോകത്തിൻ്റെ തന്നെ കറൻസി ആയിട്ട് പല രാഷ്ട്രങ്ങളും ഉപയോഗിക്കുന്നത്. അത്രയും വാല്യൂ ഉള്ള ആ ഡോളർ വരെ തകരുകയാണ് ഓരോ നിമിഷവും. അപ്പോൾ പിന്നെ മറ്റുള്ള കറൻസികളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യൻ റിയൽ ഇത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പറഞ്ഞതിന് കാരണമുണ്ട്. ആളുകൾ വീണ്ടും കമൻറ്റിലൂടെ ചോദിക്കുന്നു, വില കൂടുമോ എന്നുള്ളത്. പലരും സംശയം പറയുന്നു. കൂടുമെന്ന് പറയുമ്പോൾ അതിനെതിരെ ചെറിയ അഭിഷേകം നടത്തുന്നു. അത് കമൻറ്റുകൾ റിമൂവ് ചെയ്യുകയാണ്. അങ്ങനെ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതാണ് സത്യം. വില കൂടും എന്നുള്ളത് അത് പച്ചയായ സത്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ റിയൽ ഒരു ഭയവുമില്ലാതെ അത് പുറത്തേക്ക് പറയുന്നത്. നമ്മൾ ആരും കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്കൊക്കെ ആഗ്രഹമുണ്ടാവും പലതും. പക്ഷേ സംഭവങ്ങൾ അതിന് വിപരീതമാണ്. അതുകൊണ്ടാണ് ബാങ്കുകളെല്ലാം, ലോകത്തിലെ ബാങ്കുകൾ മുഴുവനും ഗോൾഡ് കയ്യിലേക്ക് എത്തിക്കാനുള്ള ഓരോ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവിടെയാണ് ഈ മാനിപ്പുലേഷൻസിൻ്റെയും പ്രസക്തി വരുന്നത്. അതായത് ലോ പ്രൈസിൽ വാങ്ങണം, എന്നിട്ട് സംഭരിക്കണം. ദെൻ ഓൺലി ദേ ഗെറ്റ് പ്രോഫിറ്റ്. അതാണ് ഇൻവെസ്റ്റേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ അടുത്ത് എന്തെങ്കിലും അസറ്റ് വിറ്റിട്ട് ഇതുപോലെ ഗോൾഡ് പോലെ നല്ലൊരു അസറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വിറ്റ് തുലക്കരുത്. അത് നിങ്ങൾക്ക് ഭാവിയിൽ എന്നും നിങ്ങൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പാസീവ് ഇൻകം വരുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നിങ്ങൾക്ക് പണം നൽകും. അതാണ് അതിൻ്റെ പോയിൻ്റ്. അത് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ഇൻസൈഡ് ഇൻവെസ്റ്റാക്കിയിട്ട് ഉപയോഗിക്കാം, ഒരു ഹ്യൂജ് ഇൻവെസ്റ്ററായിട്ട് ഉപയോഗിക്കാം, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാക്കി ഉപയോഗിക്കാം. നിങ്ങൾക്ക് പാസീവ് ഇൻകം വരുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാം. കമ്മോഡിറ്റി നല്ല ഒരു എക്വിറ്റിയുള്ള ഒരു ഒന്നാണ് ഗോൾഡ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വില കൂടും, അതിൽ സംശയമില്ല. ഡോളറും മറ്റുള്ള കറൻസികളെല്ലാം നശിക്കും.
അതാണ് ഇന്ത്യൻ റിയലിന് പറയാനുള്ളത്. അപ്പോൾ നാളത്തെ വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് ശരിക്കും അറിയണമെങ്കിൽ കേരളത്തിൽ വില കൂടുമോ കുറയില്ലയോ എന്നുള്ളത് വരാൻ പോകുന്ന ഇന്ന് ഞായറാണെങ്കിൽ നാളെ തിങ്കൾ, ഇന്ന് ശനിയാണെങ്കിൽ നാളെ ഞായർ, അങ്ങനെ ആ ദിവസത്തെ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്ന് നേരത്തെ തന്നെ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടുകൾക്കും 1000 നന്ദി. താങ്ക് യു സോ മച്ച്.